വെൽക്കം ടു വേഗൻ ലേണിംഗ്. അപ്പൊ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ മാർക്ക് കിട്ടാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലേക്കാണ് മക്കളെ നമ്മൾ എല്ലാവരും വന്നിട്ടുള്ളത്. സോ മാക്സിമം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സോ എന്തൊക്കെയാണ് മക്കളെ നമ്മൾ മാർക്ക് കിട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ മാർക്ക് കിട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനകത്ത് പറയാൻ വേണ്ടി പോകുന്നത്, ഇതിന്റെ മെത്തേഡിലേക്ക് പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ഓണം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്, എത്രയൊക്കെ മാർക്കാണ് നമുക്ക് അതിനകത്ത് കഴിഞ്ഞ വർഷങ്ങളിലെ ഓണം എക്സാമിന്റെ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്ര മാർക്കായിരിക്കും ഇപ്രാവശ്യം ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതും നമ്മൾ പറഞ്ഞ മാർക്ക് കിട്ടാനുള്ള എളുപ്പ വഴിക്ക് കാരണമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 23 മാർക്കിന്, നമ്മുടെ ഓണം എക്സാമിന്റെ കേസാണ് പറയുന്നത്, 23 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യും മക്കളെ, എക്സാമിന് ചോദ്യം ഉണ്ടായിരിക്കും. 23 ആ ഒരു ആവറേജ് എന്താ 22 23 റേഞ്ചിൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും എക്സാമിന് മാർക്ക് ചോദിച്ചിരിക്കും. രണ്ടാമതായിട്ട് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് 21 മാർക്കിന് നമുക്ക് ചോദ്യം ഉണ്ടായിരിക്കും. മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. കറണ്ടിൽ നിന്ന് നമുക്ക് മാർക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. എത്രയാണ്? 18 മാർക്കാണ് കറണ്ടിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ, ഇതിന്റെ അകത്ത് നിന്ന് 16 മാർക്കാണ്. സോ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 76-78 റേഞ്ചിലേക്കൊക്കെ മാർക്ക് മാറുന്നുണ്ട്. പക്ഷേ ഓർ ക്വസ്റ്റ്യൻസ് എല്ലാം അടക്കമാണ് ഞാൻ ഈ മാർക്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, 60 മാർക്കിനാണ് നമുക്ക് പരീക്ഷ ഉണ്ടായിരിക്കുക. ആ 60 മാർക്കിന് നിങ്ങൾ എന്താക്കിയാൽ മതി മക്കളെ, എഴുതിയാൽ മതി. സോ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാർക്ക് കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം ഏതൊക്കെ ചാപ്റ്റർ ആണ് നമുക്ക് എക്സാമിന് പഠിക്കാനുള്ളത്. നിങ്ങളുടെ സ്കൂളിൽ ഇപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഈ 4 പബ്ലിക് അല്ല, നമ്മുടെ ഓണം എക്സാമിന് അല്ലെ, ഓണം എക്സാമിന് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഈ 4 ചാപ്റ്റേഴ്സ് ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കണം ഓണം എക്സാമിന്റെ ടോപ്പിക് ഏതാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. സോ ഫിസിക്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ എന്താക്കിയിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് എളുപ്പത്തിൽ നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് മക്കളെ? ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ 4 ചാപ്റ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പിക് ആയിട്ട് തരംതിരിക്കാം. 4 ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് നിങ്ങൾ തരംതിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് മാർക്ക് വാങ്ങുന്ന സമയത്ത് മുൻ വർഷങ്ങളിൽ ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള PYQ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾ റെഫർ ചെയ്യുക. അത് റെഫർ ചെയ്ത് കഴിയാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രത്തോളം ചോദ്യം ഉണ്ടായിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ടെൻസ്ഡ് ആയി പോകും. ഞാൻ നേരത്തെ കാണിച്ച പോലെ 23 മാർക്ക് 21 മാർക്ക് 18 മാർക്ക് 16 മാർക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് നല്ല ശതമാനം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ചാപ്റ്ററിനകത്ത് നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ മക്കൾ മനസ്സിലാക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താക്കണം, ഉറപ്പായിട്ടും മുൻ വർഷങ്ങളിലുള്ളത് പബ്ലിക് എക്സാമിന് നോക്കണം. അത് മാത്രമല്ല ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ ഈ ചാപ്റ്ററിന്റെ അകത്ത് നിന്ന് എന്തൊക്കെയാണ് ചോദിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട് മക്കൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ കീപ്പ് ചെയ്തിട്ടായിരിക്കണം മുമ്പോട്ടേക്ക് പോകേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം എടുത്ത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഡെറിവേഷൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി തന്നെ പഠിക്കണം. ഡെറിവേഷൻസ് എന്ത് ചെയ്യുക മക്കളെ, എഴുതി തന്നെ പഠിക്കുക. സോ എഴുതി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെറിവേഷൻസ് എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മക്കൾ ചെയ്യേണ്ടത് ടോപ്പിക് ഏതൊക്കെയാണെന്ന് തരംതിരിക്കുക. അതേപോലെ PYQs വർക്കൗട്ട് ചെയ്യുക. ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് കൂടുതൽ സമയം കൊടുത്ത് തന്നെ പഠിക്കുക. അതേപോലെ തന്നെ ഡെറിവേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി തന്നെ പഠിക്കുക. പിന്നെ നിങ്ങളൊരു ടോപ്പിക് വായിക്കുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് എഴുതി നോക്കുക. അതാണ് നമുക്ക് അടുത്ത മെത്തേഡ് ആയിട്ട് പറയാനുള്ളത്, ഡെവലപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഡെവലപ്പ് ക്വസ്റ്റ്യൻസ്.
നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യുക. ഓരോ ചാപ്റ്ററിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ മനസ്സിൽ കാണുക ഇതൊരു ചോദ്യമായിട്ട് വന്നാൽ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യും. സോ ഇതേ രീതിയിൽ നിങ്ങൾ മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടോപ്പിക്കിൽ എന്താണോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഇതിനൊരു ഇമോഷണൽ സൈഡിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ എന്താണ് ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയാൻ പറ്റും. മക്കളെ, നമുക്ക് ഏറ്റവും നല്ല സമയത, പല മക്കളും ചോദിക്കുന്നതാണ് സർ പഠിക്കാൻ ഏറ്റവും നല്ല സമയത. സർ എപ്പോഴും പറയുന്നതാണ് മക്കളോട് നിങ്ങൾ ഏർലി മോർണിംഗ് വളരെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വൈകിട്ട് എന്ത് ചെയ്യുക, കളിക്കാനൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ കളിച്ച് കഴിഞ്ഞ് അല്ലെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ക്രിക്കറ്റോ അതേപോലെ തന്നെ ഫുട്ബോളോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ നടന്നിട്ടെങ്കിലും വരിക വൈകിട്ട്. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയം നിങ്ങൾ ഇരിക്കുക, പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എവിടെ ഇരിക്കരുത്, ബെഡിൽ ഇരിക്കരുത്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പഠിക്കാനിരിക്കുന്ന ഒരു സ്റ്റഡി ടേബിളിന്റെ അടുത്താണ്. ആ സ്റ്റഡി ടേബിളിലാണ് അവർ പഠിക്കാനിരിക്കുക, ഒരിക്കലും ബെഡിൽ ഇരിക്കരുത്. ബെഡിലിരുന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഉറക്കം എന്ന് പറയുന്ന അല്ലെ നമ്മുടെ തലച്ചോറിലേക്ക് ആ ഒരു സിഗ്നൽ പോകും. എന്തായിട്ടുണ്ട്, ഇതാ ഉറങ്ങാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒന്ന് കിടന്നു പഠിക്കണം തോന്നും. കുറച്ച് കഴിഞ്ഞ് കാണാൻ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി പോകും, ഉറങ്ങിപ്പോകും. സോ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കുക, പഠിക്കാനിരിക്കുന്ന സ്ഥലവും നിങ്ങളുടെ മാനസികാവസ്ഥനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക, ബഹളങ്ങളില്ലാത്ത സ്ഥലം തിരഞ്ഞെടുക്കുക. അതും ടൈം ടേബിൾഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ഏകന്റെ ക്ലാസ്സസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ടൈം ടേബിൾഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏകൻ ക്ലാസ്സസ് നിങ്ങൾക്ക് നൽകുന്നത്. സോ ഈ ഏകന്റെ ടൈം ടേബിൾസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ. സോ ലൈവ്സ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാരത്തോൺസ് ഒക്കെ വരുന്നുണ്ട്. ആ മാരത്തോണിൽ നമ്മൾ ഫുൾ ടോപ്പിക് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡിംഗ് PYQs ആണെന്നുണ്ടെങ്കിലും ഡെറിവേഷൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ സെറ്റ് ആക്കി തരും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ രീതിയിൽ പഠിച്ച് മുമ്പോട്ടേക്ക് പോവാം. റെഡി?